ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. 4.5 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിന്റെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പെരിങ്ങാലയുണ്ട്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നിങ്ങൾക്ക് ചുറ്റിനും നോക്കുമ്പോൾ കാണാം ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. അതിനകത്തുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 18 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 25 കിലോമീറ്ററും. പെരിങ്ങാല ജംഗ്ഷനാണ് തൊട്ടടുത്ത് വരുന്നത്. 1 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നോക്കുവാണെങ്കിൽ തൃപ്പൂണിത്തുറയാണ് അടുത്ത് വരുന്നത്. 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഗ്രീൻ കളറിലെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം വൈറ്റ് കളറും ഗ്രേ കോമ്പിനേഷനും ആണ് വരുന്നത്. ഗ്രീൻ ടെക്സ്ചർ വർക്ക് വരുന്ന ഭാഗങ്ങളിൽ മാത്രം സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ ഷോ ലാമ്പ് വെച്ചിട്ടുണ്ട്. നല്ല ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. ഭംഗിയായ എലവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറും ലൈറ്റ് ബ്ലൂ ഷെയ്ഡുമാണ് മെയിനായിട്ട് കളർ കോമ്പിനേഷൻസ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം ചെങ്കല്ലിന്റെ ഡിസൈനുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാസും ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. നേരെ കയറി വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാർ പാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു കാറും. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നത്. വീടിന് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എല്ലാം തന്നെ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവിടെയായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് ഇവിടെ കിണറും ഉണ്ട്, KWയുടെ വാട്ടറും ഉണ്ട്. 2 കണക്ഷനും അവൈലബിൾ ആണ്. കിണർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചെടികളൊക്കെ ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെങ്കല്ലിന്റെ ഡിസൈനുള്ള ആ ഒരു ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കിണറിന്റെ സൈഡിലൂടെ നമുക്ക് ആ ഒരു ഭാഗത്ത് വാട്ടറിന്റെ മീറ്റർ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന വഴി ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്റെ റൈറ്റിലും ലെഫ്റ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 2-3 ചെയറുകൾക്ക് ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പില്ലറിൽ വന്നിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഒറ്റ പാളിയിൽ നല്ല സ്റ്റീൽ ഡോർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ഡോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ചെറിയൊരു സ്പേസ് ആണ് ലിവിങ്ങിന് വരുന്നത്. എങ്കിലും നമുക്ക് നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ കയറി വരുമ്പോൾ ഈ ഒരു കോർണർ പോർഷനിലായിട്ട് ഇവിടെ 2 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ഫ്രഞ്ച് മോഡലിലുമാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് സ്ട്രൈറ്റ് കാണുന്ന വോളിലാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. താഴെയൊക്കെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ ഒരു യെല്ലോ ഷെയ്ഡിലാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. കോർണർ പോർഷനുകളിലൊക്കെ LED ബൾബുകളും കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. CNC കട്ടിങ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഷെൽഫ് പോലെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇന്റർണൽ പ്ലാന്റ്സ് വെക്കാനും ഷോക്കേസ് ഐറ്റംസ് വെക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഏകദേശം ഒരു 4 പേരെ അല്ലെങ്കിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. 10 അടി നീളവും 9 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ പെയിന്റിങ്സ് വരുന്നത്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്.
വാഷ് ഏരിയ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് മാറി വേറൊരു ഏരിയയിലാണ്. ഭംഗിയായിട്ടുള്ള നല്ലൊരു വൈബ് ഏരിയയിലാണ് ഇത് വരുന്നത്. ഗ്രീൻ കളർ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്ത് കവേർഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ വന്നിട്ട് ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ വലിയ വിൻഡോസ് ആണ് 3 കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ ഈ ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഇവിടെയാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡോറ് കിട്ടുന്നുണ്ട്. അവിടെ ഓപ്പൺ സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട ഏരിയ തന്നെയാണ്. ഡൈനിങ് ഹാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളാണ്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് താഴെ കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് സ്റ്റെയർ കേസിന്റെ അടുത്തായിട്ടാണ്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ 2 വിൻഡോസും ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വിൻഡോസുമാണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് വുഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള കോമ്പിനേഷനിലാണ് ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡിൽ ഡിസൈൻ ഉള്ള നല്ലൊരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഗ്രേ ഷെയ്ഡിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂമിന് കിട്ടുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇപ്പുറത്തെ സൈഡിൽ 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം സെയിം കളർ കോമ്പിനേഷനിലും മോഡലിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ മാത്രമായിട്ട് കുറച്ച് യെല്ലോ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. സെയിം ബാത്റൂം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണുന്ന വോളിൽ നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓരോ കാണുന്ന ഗ്യാപ്പിലും കളർഫുൾ ആയിട്ടുള്ള LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷനുകളിലെല്ലാം വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഹാളിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നിറയെ ഡിസൈനുകളാണ്. ഭംഗിയുള്ള കോമ്പിനേഷനിലാണ് മുകളിൽ കാണുന്ന ഡിസൈനുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ ഇവിടെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഡോറ് കടന്നത് നമ്മളുടെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കിട്ടുന്നത്. 2 വിൻഡോസ് ഈ സൈഡിലും 3 വിൻഡോസ് ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ഡിസൈനുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കോർണർ ഭാഗത്തും മാത്രം പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ എല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം തന്നെ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുമാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് വരുന്ന ഡോറ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നത്. ചെറിയൊരു സ്പേസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നേരെ ടെറസിലേക്കാണ് ചെല്ലുന്നത്. യൂട്ടിലിറ്റി റൂം കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ടടുത്ത് വരുന്നത് നമുക്കിത് ബെഡ്റൂം ആയിട്ടോ അതല്ലെങ്കിൽ ഒരു റീഡിംഗ് റൂം ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ റൂമുമാണ്. 14.5 അടി നീളവും 8 അടി വീതിയുമുള്ള കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇവിടുത്തെ ഹാളിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമും ബാൽക്കണിയും കൂടെ കാണാനുണ്ട്. ഈ ഒരു ഹാളിൽ നമുക്ക് എയർ സർക്കുലേഷൻ ആയിട്ട് വിൻഡോസ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നത് ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി ആണെങ്കിൽ പോലും നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഒരു വിൻഡോ ബേ പോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റികൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ എസ്എസിന്റെ ഹാൻഡിൽസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് വീടിന്റെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു ഹാളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. മറ്റേതൊരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഫിഫ്ത്ത് ബെഡ്റൂം എന്ന് നമുക്ക് പറയാം. 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആ ഒരു കോർണർ പൊസിഷനുകളിൽ മാത്രം നോക്കുവാണെങ്കിൽ പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനിലുള്ള ടൈലുകൾ തന്നെയാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെയും ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. അതിനകത്തുള്ളൊരു വീടാണ് സെയിലിനായി ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. നമുക്ക് ഇവിടെ വളരെ അടുത്താണ് ഇൻഫോ പാർക്ക്. 6.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും എക്സ്ട്രാ ഒരു റൂം കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള റൂമായിട്ടോ ഒക്കെ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 4.5 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, KW വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. 78 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയിൽ വേണമെങ്കിലും ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക, വീട് സ്വന്തമാക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.